പപ്പടം കഴിച്ചു മടുത്തോ നിങ്ങൾ? പപ്പടം കൊണ്ടൊരു വെറൈറ്റി നോക്കിയാലോ? പപ്പടം ഉപ്പേരിയാണ് ഇന്നത്തെ എൻ്റെ ഐറ്റം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ, കപ്പലമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി, പച്ചമുളക്. നമുക്ക് ആദ്യം എണ്ണയിൽ പപ്പടം കാച്ചിയെടുക്കാം കേട്ടോ. കാച്ചിയെടുത്ത് പപ്പടം നന്നായി പൊടിച്ചെടുക്കണം. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കപ്പൽമുളക് ഇട്ട് കൊടുക്കാം. അതിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളകും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുത്ത ശേഷം അത് മൂത്ത് നല്ല കളർ ചേഞ്ച് വരണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ ചേഞ്ച് വന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇടുക. നമ്മുടെ പപ്പടത്തിൽ ഉപ്പുണ്ട്, ഓൾറെഡി ഉപ്പുള്ളത് കാരണം കൊണ്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് പപ്പടം പൊടിയായി വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പപ്പട ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കപ്പോൾ ഇത് ചോറിൻ്റെ ഒപ്പം ഒന്ന് കഴിച്ചു നോക്കിയാലോ? ചോറിൻ്റെ സൈഡ് നമ്മുടെ പപ്പട ഉപ്പേരിയും സാമ്പാറും നല്ല കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? അടിപൊളി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.